ഹലോ ഡിയർ ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഇരുന്ന് ചിരിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ടിങ്ങനെ മുത്തശ്ശി ചിരിയൊക്കെ നിർത്തിയിട്ട് പറയുകയാണ്, ഞാൻ ഈ വീടും സ്ഥലവും അനാഥാലയത്തിന് കൊടുക്കുന്നെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ വിനായകൻ്റെ ഒരു നിൽപ്പ് കാണണമായിരുന്നു. പഴയ മലർപ്പൊടിക്കാരൻ്റെ കഥ പോലെ എല്ലാ കണക്കുകൂട്ടലുകളും തകർന്നടിഞ്ഞ് വീണ പോലെ ഒരു നിൽപ്പ്. ഇപ്പോഴേ ഇതെല്ലാം അവർക്കുള്ളതാണെന്ന് പറഞ്ഞെന്നാലേ പിന്നെ അതും നോക്കി ഇവരിയ്ക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് അമ്മ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മാഷ് പറയുകയാണെ, അമ്മ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. അമ്മയുടെ കാലശേഷം ഇതൊക്കെ അനാഥാലയത്തിന് കൊടുക്കാം. അതൊക്കെ ഒരു പുണ്യമാണ്. എൻ്റെ മക്കളുടെ കയ്യിൽ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ കടലിൽ കായം കലക്കിയാൽ മാത്രമേ ആവുള്ളൂ എന്നിങ്ങനെ നമ്മുടെ മാഷ് പറയുക കേട്ടോ. അമ്മ ബോംബെയിലുള്ള ഗംഗാധരനെ കൂടി വിവരങ്ങളൊക്കെ അറിയിച്ചേക്ക്, എൻ്റെ അഭിപ്രായം ഇത് തന്നെയാണെന്ന് കൂടെ പറഞ്ഞേക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, അപ്പം നീ ഇങ്ങോട്ടെങ്കിലും വരാനുള്ള ഒരു ഉദ്ദേശവും ഇല്ലേന്ന് ചോദിക്കുക. അപ്പം നമ്മുടെ മാഷ് പറയുന്നുണ്ട്, അവിടെ കുട്ടികളുടെ പഠിപ്പ് ട്യൂഷനും ഒക്കെ വിട്ടിട്ട് ഞാൻ എങ്ങനെ അമ്മ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. ഹോം സ്റ്റേ തുടങ്ങി അതിൽ നിന്നകത്തുള്ള വരുമാനം കൂടി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് എന്ത് കഷ്ടപ്പാടാവുള്ളതെന്നൊക്കെ ഇങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട്. അതൊന്നും ശരിയാവില്ല അമ്മേ, എനിക്കാണെങ്കിൽ ഈ വീട്ടിലെ ആളുകൾ കയറി ഇറങ്ങുന്നൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇതൊക്കെ അമ്മയ്ക്കേ പറ്റുള്ളൂ എന്നിങ്ങനെ മാഷ് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ അതങ്ങ് വേണ്ടെന്ന് വെച്ചാൽ പോരെ, ഇവിടെയും പറമ്പുണ്ടല്ലോ, നിനക്ക് വേണ്ടുന്നൊക്കെ അതൊക്കെ ചെയ്യാലോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരാമെന്നിങ്ങനെ മാഷ് പറയുകയെ. അന്നേരത്തേക്ക് നമ്മൾ മുത്തശ്ശി പറയുന്നുണ്ട്, അപ്പോൾ ഈ വീട്ടിൽ ഞാൻ ഇനിയും ഒറ്റയ്ക്ക് തന്നെ നിൽക്കണമല്ലേ, അമ്മയ്ക്ക് അവിടെ വന്ന് താമസിക്കാമല്ലോ എന്നൊക്കെ മാഷിങ്ങനെ പറയുന്നുണ്ട്. അമ്മ ഈ വീട് അനാഥാലയത്തിൻ്റെ പേരിൽ എഴുതി വെക്കുക. പിന്നെ സ്ഥലത്തിൻ്റെ കാര്യം ഗംഗാധരനോട് ചോദിച്ചാൽ മതിയല്ലോ. എന്നാലും നിനക്ക് ഈ വീടും പറമ്പും ഒന്നും വേണ്ടല്ലേ സുധാകര എന്നിങ്ങനെ അച്ചമ്മ ചോദിക്കുകയാണ് സങ്കടത്തോടു കൂടി. അതിപ്പോഴല്ലല്ലോ അമ്മ, നേരത്തെ തന്നെ എടുത്ത തീരുമാനമല്ലേ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട്, സുധാകര, വാശിയുടെ കാര്യത്തിൽ നീയും അച്ഛനും ഒന്നും ഒട്ടും വിട്ടു കൊടുക്കുന്നവരല്ല. നീ അച്ഛനോട് കാണിച്ച അതേ വാശി തന്നെയാണ് നിൻ്റെ മകൻ ഇപ്പം നിന്നോടും കാണിക്കുന്നത് എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. അതിനും ഇതിനും വ്യത്യാസമുണ്ടമ്മേ. എസ്റ്റേറ്റിൽ നേരത്തെ മൃഗവേട്ടയ്ക്ക് പോകുമ്പോൾ കൂടെ പോകുന്ന ഒരു ചെന്നായുടെ സ്ഥാനമേ എനിക്കും ഗംഗാധരനും അച്ഛൻ തന്നിരുന്നുള്ളൂ. അച്ഛന് ഞങ്ങളോട് ദേഷ്യവും പകയും മാത്രമാണ് മുന്നിട്ട് നിന്നിരുന്നെങ്കിൽ എൻ്റെ മക്കൾക്ക് കണ്ണീരും സങ്കടവും മാത്രമാണ് അവർ തന്നിട്ടുള്ളത്. അതൊന്നും ആർക്കും മനസ്സിലാവില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാഷ് കരഞ്ഞുകൊണ്ട് എണീച്ച് പോവുകയാണ്. അപ്പോൾ അങ്ങനെ മാഷ് കരഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കിനൊക്കെ നമ്മുടെ കമലമ്മയ്ക്ക് സങ്കടം വന്നിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ തോളത്ത് ചായന്നൊക്കെ ഉണ്ട്. മുത്തശ്ശി അപ്പോൾ കൈ കൊണ്ട് ഇങ്ങനെ സമാശ്വസിപ്പിക്കുന്നുണ്ടൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രമനെയൊക്കെയാണ്, അവരുടെ മണിയറയാണ് കാണിക്കുന്നത്. അപ്പോൾ വിക്രം ഇങ്ങനെ തലയും കുത്തി കിടന്ന് ഉറങ്ങും കേട്ടോ. പെട്ടെന്നാണ് ഞെട്ടിയിട്ട് എണീക്കുന്നത്. അപ്പോൾ പിന്നീട് നോക്കുമ്പോഴത്തേക്കിന് കാലിൽ ചുവട്ടിലിരുന്ന വേദ ഇങ്ങനെ ആപ്പിൾ കഴിക്കുക കേട്ടോ. എന്തിനാ ഇത്ര ഞെട്ടുന്നതെന്ന് ചോദിക്കുവേ. നീയോ ചോദിക്കുവേ. പിന്നെ വേറല്ലാതെ ഞാനല്ലായിരുന്നു രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നതെന്നൊക്കെ ആപ്പിൾ കഴിച്ചുകൊണ്ട് ചോദിക്കുവാണേ. നീ എപ്പോൾ എണീച്ചു എന്നൊക്കെ ചോദിക്കും കേട്ടോ. അതിന് ഞാൻ ഉറങ്ങിയെങ്കിലല്ലേ എന്നൊക്കെ ചോദിക്കുവേ. അതെന്താ നീ ഉറങ്ങാതിരുന്നേ? പേടിച്ചിട്ടാണോ എന്ന് ചോദിക്കുക വിക്രവേ. അന്നേരം നമ്മുടെ വേദ പറയുക, രാത്രിയിൽ മുഴുവൻ മുക്കറയിരുന്ന് സൗണ്ട് ഇട്ടുകൊണ്ടിരുന്ന എങ്ങനെ ഉറങ്ങാനാ? എന്തൊരു ശല്യമായിരുന്നു, ഒരൊറ്റ കുത്തു വെച്ച് തരാൻ തോന്നിയതെന്നൊക്കെ പറയുകയെ. കയ്യിൽ ആപ്പിളും ഉണ്ട് കേട്ടോ, തിന്നുകൊണ്ടാണ് ഈ പറയുന്നതെല്ലാം. അന്നേരം നമ്മുടെ വിക്രം പറയും, രാവിലെ എണീച്ചിട്ട് വിഴുങ്ങുന്നുണ്ടല്ലോ, പല്ലൊന്നും തേക്കണ്ടേന്ന് ചോദിക്കുവേ. ഇയാളെപ്പോലെ ഏറ്റവും ഒലിപ്പിച്ചൊന്നും ഉറങ്ങാത്തത് കൊണ്ട് അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആപ്പിൾ കഴിക്കുവേ. എന്താ വേണമെന്ന് ചോദിക്കുവേ. കിളി കൊത്തിയത് കൊണ്ട് നല്ല മധുരം ഉണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ വിക്രം ചോദിക്കും, കിളി കൊത്തിയതെന്ന്. അപ്പോൾ കിളി ഒന്ന് ചോദിക്കുവേ. ഞാൻ ആ കിളി. നീ കിളിയല്ല, നീ നരിച്ചീറാന്നിങ്ങനെ പറയുവേ. വവ്വാൽ എന്നിങ്ങനെ പറയാം. എന്നാൽ നിങ്ങളിവിടെ കിടന്ന് ഉറങ്ങിക്കും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നിങ്ങൾ ഉറങ്ങാൻ കാത്തു നിൽക്കുമായിരുന്നെന്നൊക്കെ പറയും കേട്ടോ. എന്നിട്ട് ചെന്നിട്ട് അച്ഛമ്മേനൊന്ന് കാണണമെന്ന് പറയേ. അച്ഛമ്മേനെയോ എന്തിനെന്ന് ചോദിച്ചുകൊണ്ട് ചാടിപ്പേരണ്ട് എണീക്കുന്നുണ്ട്. എന്തിനെന്ന് ചോദിക്കേ. വെറുതെ ഇന്നലെ രാത്രിയിൽ ഇവിടെ കൊണ്ട് ആക്കിയിട്ട് പോയതല്ലേ, അപ്പം ചെന്നൊന്ന് കാണണ്ടെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയുകയാണ്, അതിന് നാക്കിനെ ഒരു എല്ലുമില്ലാത്തതാണ്, വേണ്ടാത്തതൊക്കെ ചോദിക്കും എന്നിങ്ങനെ വിക്രം വായിക്കോട്ടൊക്കെ വിട്ടുകൊണ്ട് പറയുകയാണ്. ആയിക്കോട്ടെ, അറിയാവുന്നതാണെങ്കിൽ മറുപടി പറഞ്ഞാൽ പോരെ എന്നിങ്ങനെ ചോദിക്കേ. അതല്ല, പിന്നെ എന്താന്ന് ചോദിക്കുക. അത് പഴയ ആളുകളല്ലേ, നമ്മളെപ്പോലെ ഒളിച്ചു വെച്ച് സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ. ഒളിച്ചു വെക്കുകയാണ്, നമ്മളെന്താ ഒളിച്ചു വെച്ചതെന്ന് ചോദിക്കുക. അതല്ല, അച്ഛമ്മ കുത്തി കുത്തി ഓരോന്നൊക്കെ ചോദിക്കും. എന്ത്? അല്ല, മുറി വെച്ച് എങ്ങനെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്കിനും വേദ പറയേ. മുറി വെച്ച് നമ്മൾ തല്ലുപിടിയും പിടിച്ചു. അതിനുശേഷം ഇങ്ങനെ കട്ടിലിലും കിടന്നു, ഞാൻ താഴത്തും കിടന്നു. അത് ഞാനങ്ങ് പറയും എന്നിങ്ങനെ വേദ പറയുവേ. പോരാത്തതിന് കൂർക്കം വലിച്ച് എൻ്റെ ഉറക്കം കളഞ്ഞു എന്നും പറയുമെന്ന് പറയുവേ. അയ്യോ അത് പറയരുതെന്ന് പറയുവേ. പിന്നെ എന്ത് പറയണമെന്ന് ഇങ്ങനെ ചോദിക്കുക. എന്നാലും നമ്മുടെ വിക്രം ഇങ്ങനെ കൈയൊക്കെ എടുത്ത് പൊക്കിയിട്ട് ഒന്നും പറയണ്ടെന്നിങ്ങനെ പറയുവേ. വെറുതെ നിന്നങ്ങ് ചിരിച്ചാൽ മതി എന്ന് പറയുവേ. അച്ഛൻ എന്ത് വിചാരിച്ചോ അതേന്നുള്ള മട്ടിൽ അല്ലേന്നിങ്ങനെ ചോദിക്കുവേ. അന്നേരം നമ്മുടെ വിക്രം എന്ന് പറയുവേ.
അതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ നടന്നതൊക്കെ പറയുമെന്ന് പറയേ. അന്നേരത്തേക്ക് നമ്മുടെ വിക്രം വേദ പ്ലീസ് എന്ന് പറയേ. അയ്യടാ ഇത്ര മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയുമോ എന്നൊക്കെ ചോദിക്കുമോ വേദ. അച്ചമ്മ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ നമ്മൾ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങിയെന്ന് ഉറപ്പിക്കാനാണ്. നമ്മളിങ്ങനെ ഇതിൻ്റെ അകത്ത് കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ അച്ചമ്മയ്ക്ക് വിഷമമാകും. അപ്പോൾ അച്ചമ്മേനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇല്ലാത്തത് നടന്നു എന്ന് പറയണം അല്ലേന്ന് ഇങ്ങനെ വേദ ചോദിക്കുവേ. അപ്പോൾ നമ്മുടെ വിക്രം ഒന്ന് മൂളുവേ നാളത്തോട് കൂടിയിട്ട് മുണ്ടൊക്കെ പിടിച്ചുകൊണ്ടാണേ. അപ്പോഴത്തേക്കിനും നമ്മുടെ വേദ പറയേ കന്യകയായ ഒരു യുവതിയുടെ മുഖത്ത് നോക്കി എങ്ങനെ ഇങ്ങനെ പറയാൻ തോന്നുന്നു എന്നൊക്കെ ചോദിക്കും കേട്ടോ. ശരി ഞാനൊന്നും പറയുന്നില്ല, വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കാം എന്നിങ്ങനെ പറയുവാണേ. പിന്നെ ഒറിജിനൽ ചിരിയൊന്നും ആയിരിക്കത്തില്ല, ഈ എന്ന് പറഞ്ഞ ചിരിയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വേദ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം പുറകെ നിന്ന് വിളിക്കുകയെ. അതെ താൻ ഇങ്ങനെ പോയെന്നാൽ അച്ചമ്മയ്ക്ക് വിശ്വാസം വരത്തില്ല. എന്നിട്ട് നമ്മുടെ വിക്രം ഇങ്ങനെ നാണം കുടുങ്ങിയിട്ട് ഇങ്ങനെ നെറ്റിയിൽ കൈയൊക്കെ വെച്ചിട്ട് പറയാണ് ആ തലയിലിരിക്കുന്ന മുല്ലപ്പൂ ഒന്ന് പൊട്ടിച്ച് കളഞ്ഞേക്ക്. അപ്പോൾ വേദ ചോദിക്കുകയെ പിന്നെ നെറ്റിലിരിക്കുന്ന പൊട്ടൊക്കെ ഒന്ന് മാറ്റിയേക്കാൻ പറയേ. പിന്നെ മുടിയൊന്ന് അഴിച്ചിടുകയോ കെട്ടിവെക്കുകയോ ചെയ്തെന്നാൽ ഓക്കെ ആയിരിക്കുമല്ലോ അല്ലേ എന്നൊക്കെ ചോദിക്കുവേ. ജനിച്ചത് 90s അവസാനമാണെങ്കിലും ടേസ്റ്റ് 70s എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക വേദ. ഒരു കാലത്ത് ബാലൻ കെ നായർ, ഉമ്മർ സാറ് അവരുടെയൊക്കെ ഫോട്ടോ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിക്രം പറയും അതേന്ന് പറയുവേ. അത് TV-യിൽ പണ്ട് സ്ഥിരമായിട്ട് വരുമ്പോൾ എപ്പോഴും കാണുമായിരുന്നു എന്നിങ്ങനെ പറയുവേ. മനസ്സിലായി എന്ന് പറയുക. അപ്പം നമ്മുടെ വിക്രം ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ബുദ്ധിയും ആ കാലത്ത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചേക്കാണല്ലോ എന്ന് വേറെ ചോദിക്കുവേ. തന്നെ വെട്ടുപോത്ത് നല്ല പറയേണ്ടത്, കോവർ കഴുതയെന്നാണ് ഇങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രത്തിന് ദേഷ്യം വരുവേ. മതി സജഷൻസ് ഒന്നും വേണ്ട, എനിക്കറിയാം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് വേദ ഇങ്ങോട്ട് പോവേ. അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ തല കൈയൊക്കെ വെച്ചിട്ട് ചിരിക്കും കേട്ടോ. ഒരവസരം കിട്ടിയപ്പോൾ അത് നീ മുതലെടുത്ത് എന്നെ ഇരുത്താൻ നോക്കിയല്ലേ എന്നൊക്കെ ഇങ്ങനെ വിക്രം മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ഇവിടെ നിന്നൊന്ന് ഇറങ്ങിട്ടടി, നിന്നെ ഞാൻ ശരിയാക്കി തരാം എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും പിന്നീട് കാണിക്കും നമ്മുടെ വേദ കുളിച്ചിട്ട് ഇറങ്ങി വരുവാണേ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ചമ്മേനെ കണ്ടു കേട്ടോ. അച്ചമ്മ പറയാം മോൾ എണീച്ചു അല്ലേ, കുളിയും കഴിഞ്ഞു അല്ലേ എന്നിങ്ങനെ ചോദിക്കുവേ. എങ്കിൽ നമുക്ക് രണ്ടാൾക്കും ഒരു സ്ഥലം വരെ പോകണമെന്ന് ഇങ്ങനെ അച്ചമ്മ പറയും. അപ്പോൾ നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാണെന്ന്. അച്ചാച്ചൻ ഉറങ്ങുന്ന സ്ഥലത്തേക്ക്, അവിടെ ഒരു തിരി വെച്ച് മോള് പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയുവേ. മോളുടെ പ്രസവം ഈ മുറ്റത്ത് വെച്ച് വേണം, മോളുടെ കുട്ടികൾ ഇവിടെ വേണം വളരാൻ എന്നൊക്കെ ഇങ്ങനെ അച്ചമ്മ പറയുകയാണേ. അപ്പോൾ ഇങ്ങനെ വേദ ആലോചിക്കുന്നുണ്ട്. മോൾക്ക് ഒരു പക്ഷേ വിക്രമിനെ കഴിഞ്ഞും നല്ലൊരു പയ്യനെ കിട്ടുമെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ അവന് മോളേക്കാൾ നല്ലൊരു കുട്ടീനെ കിട്ടാനില്ല എന്നിങ്ങനെ പറയുവേ. അവനെ ഒരു നല്ല മനുഷ്യനാക്കി എടുക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഇനി മോളുടെ കയ്യിലാണ് ഇങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ നമ്മുടെ വേദ തലയാട്ടുന്നുണ്ട്. പൊയ്ക്കോ, അത് മനസ്സിലെപ്പോഴും ഉണ്ടാവണം എന്നിങ്ങനെ മുത്തശ്ശി പറയുകയാണേ. പൊയ്ക്കോ, പോയി തയ്യാറായിട്ട് വരാൻ പറയുവേ. പിന്നീട് നമ്മുടെ വേദ മുത്തശ്ശൻ്റെ അടുത്ത് പോയിട്ട് തിരി കൊളുത്തുന്നതാണ് കാണിക്കുന്നുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവണമെന്ന് മുത്തശ്ശി പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. വേദം തൊഴുത് പ്രാർത്ഥിക്കുവാണ്. മോളെ എന്ന് വിളിക്കുവേ. തിരിയൊക്കെ കൊളുത്തിട്ട് അവർ പോകാനായിട്ട് ഇറങ്ങുമ്പോഴേ അന്നേരം വേദ ഇങ്ങനെ നിൽക്കും കേട്ടോ. മോളെ വേദേ, വിക്രം അവൻ്റെ ദേഷ്യപ്രകാരം നിർബന്ധപൂർവ്വം നിൻ്റെ കഴുത്തിൽ താലി കെട്ടിയതാണെന്ന് ഈ അച്ചമ്മയ്ക്ക് അറിയാമെന്ന് പറയുവേ. അതറിയില്ലെന്ന് ഞാൻ മനഃപൂർവ്വം ഭാവിച്ചതാണ്. കമലയും ഞാനും എല്ലാ കാര്യങ്ങളും സംസാരിക്കും. അവൻ കെട്ടിയ താലിയെ കരുതി നീ വീട് വിട്ടു വന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാനും അത് വിശ്വസിച്ചില്ല. പതിയെ നിൻ്റെ സ്വഭാവത്തിനെ പറ്റി കൂടുതലായിട്ട് അറിഞ്ഞു വന്നപ്പോൾ നിന്നെ വിട്ടുകളയലെന്ന് കമലയോട് ഞാനാ പറഞ്ഞതെന്നിങ്ങനെ മുത്തശ്ശി പറയുവേ. നിങ്ങൾ തമ്മിലൊന്ന് അടുത്തിട്ട് മതി ഞാൻ അങ്ങോട്ടേക്ക് വന്നാൽ എന്നിങ്ങനെ ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത്രയും നാളും അങ്ങോട്ടേക്ക് വരാതിരുന്നത് എന്നിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. ഇനി നിങ്ങളുടെ ഇടയിൽ അകലം ഉണ്ടാവാൻ പാടില്ല. അച്ചമ്മയ്ക്കറിയാം ഇന്നലത്തെ ഒറ്റ ദിവസം കൊണ്ട് നിങ്ങളുടെ ഇടയിൽ അകലം മാറിക്കാണാൻ ചാൻസ് ഇല്ല, പക്ഷേ അതൊരു തുടക്കമായിരിക്കണം. ഇനി നിങ്ങളെങ്ങോട്ട് മുന്നിലോട്ട് ഇനി എന്നും ഒന്നിച്ചായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എനിക്കറിയാം വിക്രം പ്രശ്നക്കാരനാണ്, കുഴപ്പമുള്ളവനാണ്, പക്ഷേ ആ വീട്ടിലെ ഏറ്റവും നല്ല മനുഷ്യനും അവൻ തന്നെയാണ്. സുധാകരൻ്റെയും കമലയുടെയും മാണിക്യം, ഇനി അവൻ നിൻ്റെ കയ്യിലാണ്, പൊന്നുപോലെ അവനെ നോക്കിക്കോണം എന്ന് പറഞ്ഞിട്ട് വേദയുടെ കൈയൊക്കെ പിടിച്ചിട്ട് മുത്തശ്ശി ഇങ്ങനെ പറയുകയാണേ. പിന്നെ വണ്ടിയൊക്കെ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുവാണേ. ഇറങ്ങാറായി അമ്മയെന്ന് ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് നിൽക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വിക്രമിനെയും വേദയേനെയും കൂടെ 2 ദിവസം കൂടി ഇവിടെ നിർത്തിക്കൂടെ സുധാകര എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുവേ. അവരുടെ കാര്യം അവരല്ലേ തീരുമാനിക്കേണ്ടത്, ഞാനല്ലേ എന്നിങ്ങനെ പറയും കേട്ടോ.
മോനെ വിക്രം, നീ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കടാ മുത്തേന്നൊക്കെ പറയേ. അപ്പം കുറേ പണിയുണ്ട് മുത്തശ്ശി അവിടെ ചെന്നിട്ട്. രക്ഷയൊക്കെ വരാൻ പോവല്ലേന്നൊക്കെ പറയേ. അപ്പം നീ മത്സരിക്കുന്നില്ലല്ലോ എന്ന് മുത്തശ്ശി ചോദിക്കുക. അപ്പം നമ്മുടെ വേദ കയറി വന്നിട്ട് പറയേ, മത്സരിക്കും അമ്മേ, അടുത്ത താമസിയാതെ തന്നെ മന്ത്രിയാകുമെന്നൊക്കെ പറയും. അപ്പം മുത്തശ്ശി ആഹാ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മുത്തശ്ശി പറയേ, മരിക്കും മുമ്പ് അത് നടന്നു കഴിഞ്ഞാൽ ഈ കൊടി വെച്ച കാറിൽ ഈ നാട് മുഴുവൻ എനിക്കൊന്ന് ചുറ്റണം എന്നൊക്കെ പറയേ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ മാഷിന് ദേഷ്യം വന്നിട്ട്, ബാ കമലെ വന്ന് കയറാൻ പറയുവേ. ഒന്ന് നിൽക്ക് സുധാകര എന്ന് പറഞ്ഞിട്ട് മടിക്കുത്തിന്ന് കുറച്ച് കാശ് കേട്ടിട്ട് നമ്മുടെ കമലയുടെ കൈ കൊടുക്കുകയും, അയ്യോ അമ്മ ഇതൊന്നും എനിക്ക് വേണ്ടെന്ന് പറയും കേട്ടോ. അന്നേരം പറയും, ഇത് എൻ്റെ ഔദാര്യമല്ല, നിൻ്റെ അവകാശമാണെന്ന് പറയുവേ. ഞാൻ പെറ്റത് അവനെയാണ്, നീ അവനെ നോക്കുകയൊന്നും വേണ്ടെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് പൈസ കൊടുക്കുന്നത്. ഇത് നിൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ്, നിൻ്റെ ആവശ്യത്തിന് മാത്രം, അതിന് വേണ്ടിയിട്ട് മക്കളെ ആശ്രയിക്കേണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ സുധാകരൻ കയറി പറയുന്നുണ്ട്, ഇത്രയും കാലമായിട്ട് ഞാൻ അതിനൊന്നും കുഴപ്പം വരുത്തിയിട്ടില്ലെന്ന് പറയും കേട്ടോ. അതും എനിക്കറിയാം. പിന്നെ ഓരോരോ കാരണങ്ങൾ പറഞ്ഞിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് ഈ പൈസ മേടിക്കുന്നതിന് വേണ്ടിയിട്ട് കുട്ടികൾ ആരും മുതിരണ്ട എന്ന് പറഞ്ഞിട്ട് കൈ ചൂണ്ടിയിട്ട് പേടിപ്പിക്കുന്നുമുണ്ട്. പോട്ടെ അച്ഛമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രീജ അങ്ങോട്ടേക്ക് വരുവേ. എല്ലാ കാലത്തും സങ്കടം മാത്രമല്ല, നിനക്ക് നല്ല കാലം വരും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ നന്ദിനി വരുവേ. പോയിട്ട് വരാ അച്ഛമ്മ എന്നൊക്കെ പറയേ. ശരി പോയിട്ട് വാന്ന് പറയേ. പിന്നെ വിനായകൻ കരഞ്ഞുകൊണ്ടൊക്കെ വരും കേട്ടോ. പോയിട്ട് വരാം അച്ഛമ്മ എന്നൊക്കെ പറയേ. പോയിട്ട് വാന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മയെ അഭിനയിച്ച് കാണിക്കുവേ. പിന്നെ നമ്മുടെ വിക്രത്തിൻ്റെ ഓഴാവട്ടോ, മുത്തശ്ശിയുടെ കൈയൊക്കെ പിടിക്കുക, ഞാൻ ഇടയ്ക്ക് വരാം, പിന്നെ അച്ഛമ്മ പോകാൻ പറയുമ്പോഴേ ഞാൻ പോകുള്ളൂ എന്നൊക്കെ പറയുക. അത് അച്ഛമ്മ ഒരിക്കലും പറയില്ല, നീ ഇങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയുവേ. ശരി അച്ഛമ്മ എന്ന് പറഞ്ഞ് വിക്രം അങ്ങോട്ട് പോവേ. പിന്നെ അച്ഛനും ശരി അമ്മയെന്ന് പറഞ്ഞിട്ട് പോകും കേട്ടോ. പിന്നെ കമലയൊക്കെ പോകും കേട്ടോ, കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ വേദയുടെ ഊഴമാണ്. വേദ ഇങ്ങനെ അച്ഛമ്മേന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കിന് അച്ഛമ്മയ്ക്ക് അങ്ങ് സങ്കടം വരുക കേട്ടോ. അതിനുശേഷം കഴുത്ത് കിടക്കുന്ന മാലയെ പിടിക്കും കേട്ടോ. മാലയെ പിടിച്ചിട്ട് അത് ഊരാനായിട്ട് ശ്രമിക്കുക. അപ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി ഇതെല്ലാം വഴനയിലിരുന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേദയ്ക്ക് ഇത് മനസ്സിലാകും കേട്ടോ. അയ്യോ അച്ഛമ്മേന്ന് ഇങ്ങനെ പറയുവേ. അപ്പോഴത്തേക്കിനും ഊരി എടുക്കും കേട്ടോ. നീ ഒന്നും പറയണ്ടെന്നുള്ള ആംഗ്യത്തോട് കൂടിയിട്ട് നമ്മുടെ വേദയുടെ കഴുത്തിലേക്ക് മുത്തശ്ശി ആ മാല അണിയിച്ച് കൊടുക്കുവേ. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് കല്യാണത്തിന് ഇടേണ്ടതാണ്, അതപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയുവേ. ഇത് കണ്ടിട്ട് നമ്മുടെ നന്ദിനിക്ക് അങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുവാണേ. എന്നിട്ട് കെട്ടിപ്പിടിച്ച് അച്ചമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് നമ്മുടെ വേദ വരട്ടെ അച്ചമ്മയെന്നും പറഞ്ഞ് പോവാണ് കേട്ടോ. അപ്പോൾ വേദ ഇങ്ങനെ വണ്ടിയിലോട്ട് കയറി വരുമ്പോൾ തന്നെ ഇരിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി ഇരുത്തിയിട്ട് ആ മാലയൊക്കെ ഒന്ന് പിടിച്ച് നോക്കുക. ഇത് ചുരുങ്ങിയത് ഒരു 6-7 പവൻ വരും അല്ലേ എന്നൊക്കെ ചോദിക്കുക. അല്ലെ ശ്രീചേട്ടത്തിൽ നിന്നാണ് ചോദിക്കുന്നത്. അതിന് നമ്മൾ വന്ന് കയറിയപ്പോൾ തന്നെ നമ്മുടെ കഴുത്തിൽ മാലയിട്ട് തന്നതല്ലേ, അത് നമ്മുടെ വേദയ്ക്ക് കിട്ടിയിട്ടില്ലല്ലോ. അതുകൊണ്ടാവും എന്നിങ്ങനെ ശ്രീജയം പറയുന്നുണ്ട് കേട്ടോ. അതെന്തോന്ന് മാല, വെറും 1.5 പവൻ എന്നിങ്ങനെ പറയുക. അപ്പം നമ്മുടെ കമലമ്മയുടെ മുഖമൊക്കെ വാടുന്നുണ്ട്. എന്നിട്ട് എല്ലാവരുടെയും മുഖം ഇങ്ങനെ മാടിയിരിക്കുമ്പോൾ അതല്ല ഞാൻ എന്നിങ്ങനെ നന്ദിനി പറയുവേ. അത് കുറവാണെന്നല്ല, കുക്കിനൊന്നല്ലേ കൊത്താൻ പറ്റുള്ളൂ. അച്ചമ്മയ്ക്ക് കഴിവുണ്ട്, അച്ചമ്മ അത് ചെയ്തു. എന്നിട്ട് നമ്മുടെ വേദ എങ്ങനെ വിക്രത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇരിക്കാൻ പോവേ. അപ്പോഴത്തേക്കിനും വിക്രം സമ്മതിക്കുന്നില്ല. എങ്ങോട്ടാണ് ഇരിക്കാൻ വരുന്നതെന്ന് ചോദിക്കുവേ. നീ എൻ്റെ അടുത്ത് ഇരിക്കണ്ടെന്ന് പറയും കേട്ടോ. എന്നിട്ട് പറ്റത്തില്ല, എന്നോട് അച്ഛമ്മ ഇവിടെ ഇരിക്കാനാണ് പറഞ്ഞതെന്നൊക്കെ നമ്മുടെ വേദ പറയേ. നീ എന്നാൽ ഇവിടെ ഇരുന്നോ, എനിക്ക് വേറെ സ്ഥലത്ത് പോയിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വിക്രം വേറെ സ്ഥലത്തോട്ട് പോയിരിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനിക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ. എന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കിനും സങ്കടത്തോടൊക്കെ ഇരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നന്ദിനി ഒന്ന് തുമ്മുവേ. എന്നിട്ട് അച്ചിയെന്നും പറഞ്ഞിട്ട്. അപ്പോൾ നമ്മുടെ വിനായകൻ പുറകെ നിന്ന് ചോദിക്കുക, നിനക്കൊട്ടും വയ്യ അല്ലേടി എന്നൊക്കെ ചോദിക്കുവേ. പിന്നീട് സന്ധ്യയായി വീടെത്തുവേ. ഓരോരുത്തരായിട്ട് ഇറങ്ങിപ്പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. പിന്നീട് നമ്മുടെ വേദവും വിക്രവും എണീക്കുവാണ്. രണ്ടാളും മുഖത്തോട്ട് മുഖം നോക്കും കേട്ടോ. എന്നിട്ട് എണീച്ച് വരുമ്പോഴത്തേക്കിനും പറയും, വേദയാണ് പറയുന്നത്, രാവിലെ നിങ്ങൾ എന്നോട് പെരുമാറിയത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയും കേട്ടോ. ശരി ആയിക്കോട്ടെ, നിങ്ങൾ മനഃപൂർവ്വം എന്നെ എല്ലാവരുടെ മുന്നിലും വെച്ച് അപമാനിച്ചതല്ലെന്ന് ചോദിക്കുവേ. അതെന്ന് പറയേ. എന്നിട്ട് ബാഗ് എടുക്കും കേട്ടോ. ബാഗ് എടുത്തിട്ട് പറയും, ഇതിന് നിങ്ങൾക്ക് പകരം വീട്ടിലെങ്കിലേ എൻ്റെ പേര് വേദയല്ല എന്നിങ്ങനെ പറയും കേട്ടോ. ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിക്രവും പറയുവേ. പിന്നീട് എല്ലാവരും തളർന്ന് ക്ഷീണിച്ച് വന്നിങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് കമലമ്മ ചോദിക്കുക, മാഷിന് എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുക. എനിക്കൊന്നും വേണ്ട, എനിക്കൊന്ന് കുളിക്കണം പറഞ്ഞിട്ട് മാഷ് എണീച്ച് പോകും കേട്ടോ. അപ്പം വിനായകനും നന്ദിനിയും പറയുക, ഞങ്ങൾക്കൊന്നും വേണ്ട, ഞങ്ങൾ ഉറങ്ങാൻ പോവാന്ന് പറയുവേ. അപ്പം നമ്മുടെ വിശ്വം പറയും, അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീജേടത്ത് ഇങ്ങനെ വന്നിട്ട് പറയുന്നുണ്ട്, ഏത്തപ്പഴം മാത്രമേ ഉള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പം നമ്മുടെ വിശ്വം പറയുന്നുണ്ട്, എനിക്ക് ഏത്തപ്പഴം മതി എന്ന് പറയും കേട്ടോ. എല്ലാവരും പോയി കഴിഞ്ഞിട്ട് ഇനി പപ്പടം ഉണ്ടെങ്കിൽ ഒരു പപ്പടം കൂടെ എടുത്തോ, പഴം പുഴുങ്ങിക്കോളാൻ പറയും കേട്ടോ. അപ്പം എന്നിട്ട് ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് വിഷു എണീച്ച് പോവേ. അന്നത്തേക്കിനും കമലമ്മ പറയുക, മോളെ ശ്രീജ നിനക്ക് വയ്യെന്ന് പറഞ്ഞതല്ലേ, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാന്ന് പറയും കേട്ടോ.
എല്ലാവരും കയറി പോയതിന് ശേഷം നമ്മുടെ വേദ അവിടെ തന്നെ നിൽക്കുകയാണ് കേട്ടോ. വേദയ്ക്ക് ആകെപ്പാടെ സങ്കടമായിട്ട് വയ്യേ. കമലമ്മ ഇങ്ങനെ നിന്നപ്പോട്ട് പറയണേ, അമ്മ ഞാനൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ അമ്മയ്ക്ക് സങ്കടമൊന്നും തോന്നരുത്. മുത്തശ്ശി വയസ്സായ ആളല്ലേ, പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ എന്നും പറഞ്ഞിട്ടൊക്കെ കഴുത്തേ കിടക്കുന്ന മാല ഊരി അമ്മയുടെ കൈ കൊടുത്തിട്ട് വേദ ഉള്ളിലേക്ക് പോവുക കേട്ടോ. വിക്രം അപ്പുറത്ത് നിന്നിട്ട് കഥ അടയ്ക്കുകയും ചെയ്യുവേ. വീണ്ടും പഴയതുപോലെ എങ്ങനെയായിരുന്നോ അതേ ലെവലിൽ തന്നെ വന്നെത്തി കേട്ടോ. ഇങ്ങനെ കമലമ്മ അപ്പോൾ സങ്കടത്തോടു കൂടി നിൽക്കുകയാണേ. എന്താണെങ്കിലും നമ്മുടെ സങ്കടപ്പുറത്തുനിന്ന് മുഹൂർത്തങ്ങളാണെങ്കിലും അതിന് തൊട്ടടുത്ത ആഴ്ച തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന നിമിഷങ്ങളും വരികയാണ്. ചില സംഭവങ്ങൾ ശ്രീനിവാസൻ സാറ് നമ്മുടെ വിശ്വനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നല്ല നല്ല എപ്പിസോഡുകളിൽ ഇനി വരാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവർക്കും ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക്